ചെന്നൈയുടെ സ്കോർ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതൊരു ക്ലോസ് മാച്ച് ആയിരിക്കുമെന്ന്. പക്ഷെ ഇൻ റിയാലിറ്റി വാസ് എ ടോട്ടൽ കൺട്രോൾ. ഫസ്റ്റ് ബാറ്റ് ചെയ്ത ചെന്നൈ സൂപ്പർ കിങ്സ് പവർ പ്ലേ തന്നെ അറ്റാക്കിംഗ് മോഡാണ് സ്റ്റാർട്ട് ചെയ്തത്. ആയുഷ് മാത്രയുടെ ഒരു ഫാസ്റ്റ് സ്റ്റാർട്ട് അത് ഗെയിം ടോൺ ആക്ച്വലി സെറ്റ് ചെയ്തു. കൂടെ സപ്പോർട്ടിനെ സഞ്ജു സാംസൺ. ക്ലാസ് ഇന്നിങ്സ് പ്ലസ് കൺട്രോൾ ആൻഡ് അഗ്രഷൻ. കഴിഞ്ഞ മാച്ചിലെ സെഞ്ചുറിക്ക് ശേഷം അതേ ഫോമാണ് സഞ്ജു കണ്ടിന്യൂ ചെയ്തത്. കൂടാതെ ഡെവാൾഡ് ബ്രേവീസിന്റെ ഒരു സപ്പോർട്ട് അത് ഒരു 190+ എന്നുള്ള ഡീസന്റ് സ്കോറിലേക്ക് എത്തിച്ചു. ചെന്നൈയുടെ ഇനീഷ്യൽ അറ്റാക്കിംഗ് മോഡ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 200+ സ്കോർ ഈസി ആയിട്ട് സെറ്റ് ചെയ്യുമെന്ന്. പക്ഷെ കാർത്തിക് ത്യാഗിയുടെ സപ്പോർട്ട് കൊണ്ട് KKR ഒന്ന് ചെന്നൈ റെസ്ട്രിക്ട് ചെയ്തു. ചേസിംഗ് സ്റ്റാർട്ട് ചെയ്ത KKRനെ വിചാരിച്ച പോലത്തെ ഒരു തുടക്കമല്ല കിട്ടിയത്. കൊളാപ്സോടുകൂടിയാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇൻ ബിറ്റ്വീൻ ചെറിയൊരു പാർട്ണർഷിപ്പ് സെറ്റ് ചെയ്തിട്ട് ഒരു കംബാക്ക് ടോണിലേക്ക് വന്ന മൊമെന്റിലാണ് നൂർ അഹമ്മദിന്റെ ഒരു സ്പെല്ല് വരുന്നത്. അതിൽ ബാക്ക് ടു ബാക്ക് വിക്കറ്റ്സ് KKRന്റെ മാച്ച് ടോട്ടലി ഫ്ലിപ്പാക്കി കളഞ്ഞു. അവസാന മൊമെന്റിൽ രൺദീപ് സിംഗും പവലും ചേർന്നിട്ടുള്ള കംബാക്ക് ശ്രമം നടത്തി. പക്ഷേ ഇറ്റ് വാസ് ടു ലേറ്റ്. CSK വിൻ ബൈ 32 റൺസ്. കംപ്ലീറ്റ് ചെന്നൈ ഡോമിനേഷൻ.